അപ്പോൾ ഇരുന്നുള്ള ഉദയം ഉദയം മീനോ താമസിച്ചിട്ടുണ്ട്. ഇപ്പൊ എങ്ങനെ പരിഗണിക്കുന്നു? അതല്ല നമുക്കിപ്പോ എണ്ണ ഇതിപ്പോ അതിന് അഡീഷണൽ ആയിട്ട് സാധനം ഇരിക്കും. സാമ്പൂല എടുക്കുമ്പോഴേ ഇത് ഞാൻ താമ്പൂലം ഫലം താമ്പൂലം ലക്ഷ്മി അങ്ങനെയാണ് നമ്മളല്ലേ ഫലതാമ്പൂലങ്ങൾ. അപ്പോൾ പ്രത്യേകമായിട്ട് ഇരിക്കുന്നതാണ്. അല്ല ഒന്നിച്ച് നമ്മൾ എടുത്ത് വെക്കുക, ഇതെല്ലാം ഉൾപ്പെടെ ഒന്നിച്ചങ്ങ് വെക്കുക എന്നുള്ളതാണ് ഇത്. നമ്മൾ ഇത് അപ്പൊ പിന്നെ ബാക്കിയുള്ളത് പോലെ ഞാനത് പ്രത്യേകമായിട്ട് ഇതൊക്കെ ഓരോ നിമിത്തങ്ങളാണ്. നമ്മളടുത്ത് പറയാത്തതുകൊണ്ട് ഇതുപോലെ പറയാത്തതാണ് നമ്മുടെ ഇഷ്ടത്തിൽ വെക്കുക. 1 2 3 4 5 6 7 അപ്പം അതുകൂടെ ചേർത്ത് നമുക്ക് പെട്ടെന്ന് പറയാം. അതിന് പ്രത്യേകതയാണ്. അതിനനുസരിച്ച് അത് മാത്രമേ പൂർണ്ണമാകത്തുള്ളൂ. ഇത് പൂർണ്ണമല്ല. പക്ഷേ ഈ പൂർണ്ണം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ എല്ലാം കൂടെ ഉൾപ്പെടാറുണ്ട്. അതെ. അപ്പം അതിൻ്റെ ഇത് നമ്മളെല്ലാം തമ്മിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ സാധാരണ സാന്നിധ്യ വിഷയങ്ങളല്ലേ സംസാരിക്കും. അപ്പം സാന്നിധ്യ വിഷയങ്ങൾ ചിന്തിക്കുമ്പോൾ ഇത് ഒരാരൂഢമായിട്ട് പരിഗണിക്കുമ്പോൾ ഇതും കൂടെ ചേർത്ത് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ക്ഷീതവെള്ളം പൂർണ്ണമാണ്, ഇത് പൂർണ്ണമല്ല. അപ്പോൾ ദ്വിത്വം അവിടെ കാണിക്കുന്നത്. അപ്പോൾ 8 + 9 ഇല്ലേ? 7 + 8 അപ്പോൾ 81. 7 + 7 11. 7 + 7 7 × 4 11. അപ്പം 4 അല്ലേ? അപ്പോൾ അർക്ക ഹിന്ദു വാര ബുധ. അപ്പോൾ ബുധനാണ് യഥാർത്ഥത്തിൽ ബുധനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പം ഇനി അത് വെച്ച് ചിന്തിച്ചാലും ആരോടെ ഉദയം ഉദയം നോക്കിപ്പോ ഏതാ? അതേ ഇപ്പോഴേ നിലവിലേ ഈ ആരൂഢ വിഷയത്തില് നമ്മൾ പരിഗണിക്കുമ്പോൾ ആരൂഢാൽ ഉദയേ ദേവ നിധനേ ധനേ ആരൂഢം രുധ്യതേ തത്ര പ്രശ്ന കഷ്ട ഫലപ്രദം. അപ്പൊ ആരൂഢവും ഉദയവും പരസ്പരം 6, 8, 12 ഭാവങ്ങൾ.
6, 8, 12 അതേ പറയുന്നുള്ളൂ. 6, 8, 12 ഭാഗങ്ങളിൽ വന്നാൽ ആരൂഢം മറയും എന്നാണ് പറയുന്നത്. നമ്മുടെ ചിങ്ങൻ രാശിയാണ് ഇപ്പോഴത്തെ ആരൂഢം. ഇപ്പൊ ചിങ്ങൻ രാശി നമ്മൾ പരിഗണിക്കുമ്പോൾ ചിങ്ങം ഇപ്പൊ ഉദയം എന്ന് പറയുന്നത് മീനമാണ്. അപ്പൊ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം. അപ്പൊ അഷ്ടമരാശി വന്നു. അപ്പൊ തീർച്ചയായിട്ടും ഈ ആരൂഢ രാശി തൽക്കാലം മറഞ്ഞു നമുക്ക് പറയാം. അപ്പൊ ഞാൻ വിചാരിച്ചു അതിന് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരെണ്ണം കൂടെ പരിഗണിക്കാം. അഷ്ടമല പ്രശ്നമാണെങ്കിൽ ഷടാരൂഢങ്ങൾ 6 ആരൂഢം വെച്ച് നമ്മളൊരു ഫലം കൺഫേം ചെയ്യുന്നു. അപ്പം ഇനി ഇനി മറയും, സാധാരണ പറയാറുണ്ട്, കാരണം ചെറിയ കാര്യം വലുത്. അപ്പൊ അങ്ങനെ മറയുകയാണെങ്കിൽ ഒരാരൂഢം കൂടെ പരിഗണിക്കാം. താമ്പൂലൈ പ്രഷ്ടുതറ്റയിൽ അഭിഫലമഖിലം തസ്യ വക്തവ്യമേവ. താമ്പൂല പ്രഷ്ടാവിനാൽ ദത്തമായ താമ്പൂലം വെച്ച് ഫലം അഖിലം എല്ലാം പറയാമെന്ന്. പക്ഷെ അതിന് ആരൂഢമതമില്ല. ഫലം അഖിലം പറയാം, എല്ലാ ഫലവും പറയാം, ഈ താമ്പൂലം വെച്ചുകൊണ്ട് എല്ലാം പറയാം. പക്ഷെ അതിന് പരിഹാരം വന്നിട്ടില്ല. അവിടെ ഈ മറവ് വന്നു കഴിഞ്ഞാൽ ഫലം പറഞ്ഞോളാം ഇയാള്. പക്ഷെ അതിന് നമ്മൾ ഫലം മാത്രം പറഞ്ഞാൽ പോലും വിഷയങ്ങൾ കണ്ടെത്തുമ്പോൾ അതിന് ഫലം കൂടെ പരിഹാരം പറയണം. അപ്പൊ അത് പറയാൻ പറഞ്ഞിട്ടില്ല. എന്നാലും നമുക്ക് ഫലം പറയാം. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞ് വെറ്റിലോട്ട് എടുത്തോളാം. അപ്പം ആരൂഢം പറഞ്ഞെങ്കിലും നമുക്കിപ്പം ഇത് വെച്ചിട്ട് പറയാം. മനസ്സിലായി? അപ്പൊ ഫലം നമുക്ക് തൽക്കാലം പറയാനുള്ള അവകാശം തന്നിട്ടുണ്ട്. മനസ്സിലായി? അത് പറഞ്ഞിട്ടില്ല. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് 7, 1, 8 ഇത് 7, ഇത് 1, 8 8 വെച്ചപ്പോ താമ്പൂല സംഖ്യ ദ്വിഗുണ ശരത്ഘ്നം സ ഏകാം ഹരേ സപ്തതി എത്ര ശിഷ്ടി. അപ്പൊ താമ്പൂല സംഖ്യ ദ്വിഗുണ 2 കൊണ്ട് ഗുണിക്കുക, ശരത്ത് പഞ്ചഭൂതികമാക്കാൻ 5 കൊണ്ട് ഗുണിക്കുക, അല്ല ഈ 2 10 കൊണ്ട് ഗുണിക്കുക. അപ്പൊ ഇത് 8 ആണല്ലോ. 8 ഗുണം 10 80. സ ഏകാം പ്രായോഗികം ഇപ്പോഴാക്കാൻ 1, അപ്പൊ 81. ഹരേ സപ്തഭി, സപ്തഗ്രഹങ്ങളിൽ ഏതാണ് ഉദിച്ചിരിക്കുന്നത് കണ്ടുപിടിക്കണമെന്ന്. അതാണ് നമ്മൾ ആരൂഢം വരുന്നത്. അപ്പൊ ഹരേ സപ്തഭി എത്ര ശിഷ്ടി. അപ്പൊ 81 7, 7, 1, 8, 11, 7, 7, 4, 11. അപ്പൊ ഹരേ സപ്തഭി എത്ര ശിഷ്ടി. ശിഷ്ടം 4 അർക്ക, ഇന്ദു, ആര, ബുധ. ആ ബുധൻ ആണ് ഇവിടെ ഗ്രഹമായിട്ട് വരുന്നത്. ആ ബുധൻ നിൽക്കുന്ന രാശി നമ്മൾ പരിഗണിക്കും. മനസ്സിലായി? ആ ബുധൻ നിൽക്കുന്ന രാശി എന്ന് പറയുന്നത് ഇപ്പൊ കുംഭത്തിൽ. ആ കുംഭത്തിന്റെ 2ാം രാശിയാണ് ഇപ്പം ഉദയമായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞിട്ടില്ല. 6, 8, 12 പിന്നെ അത് പ്രശ്നമായിട്ടുണ്ട്. അപ്പൊ തൽക്കാലം അത് വെച്ച് നമുക്കൊരു ഫലം തൽക്കാലം പറയാം. എന്താ അപ്പൊ ഒരു കാര്യം, നിങ്ങളെ ഈ തെക്കോട്ടിരിക്കുന്നത് ഒരു ശരിയായ നടപടിയല്ല. യമതിക്കെന്നാ പറയുന്നത്. അല്ല ഇപ്പൊ നിന്നോട്ട് ദോഷമായിട്ടല്ല പറഞ്ഞത്. എന്നാലും ഒരു ഫലം കേൾക്കാനായിട്ട് തെക്കോട്ട് നിൽക്കുക എന്ന് പറയുന്നത് ഇദ്ദേഹം ആരത്തിന്റെ കാര്യം. അതങ്ങനെ ഈ പ്രശ്നമായിരിക്കും വിഷയം. ഇവരെ കൊണ്ട് തെക്കോട്ട് വിഷയം. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഈ പറയുന്ന വെച്ചിട്ട് നമുക്ക് ആദ്യമേ ദേവഹിതം ദൈവാധീനം നോക്കുകയല്ല. ദൈവാധീനം നമുക്ക് ദൈവത്തിന്റെ ദൈവാധീനം നോക്കേണ്ട ആവശ്യമില്ലല്ലോ, അല്ലേ? അപ്പൊ നമുക്കിവിടെ നിലവിൽ ഇപ്പൊ ഈ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ദേവന്റെ ഹിതം നോക്കുമ്പോൾ ആരൂഢം പറഞ്ഞെങ്കിലും ഫലം പറയാനുള്ള അവകാശം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ആരൂഢം എന്ന് പറയുന്നത് കുംഭൻ രാശി വെച്ചുകൊണ്ട് നമുക്കിപ്പോ തൽക്കാലം നമുക്ക് ദൈവീകമായ കാര്യങ്ങൾ പറയാം. മനസ്സിലായി? അപ്പം ഈ ആരൂഢം അത് നമ്മൾ സാധാരണയെല്ലാം ഈ വ്യാഴത്തെ വെച്ചുകൊണ്ടെന്ന് പറയുന്നു. അപ്പം ഈ ആരൂഢ രാശിയുടെ 5ാം ഭാവത്തിൽ വ്യാഴം നിൽക്കും, അല്ലേ? അപ്പോൾ ദൈവാധീനം ഉണ്ടെന്ന് പറയണോ ഇല്ലെന്ന് പറയണോ? അല്ലെ ദൈവികമായ ആനുകൂല്യം ഉണ്ടെന്ന് പറയണോ ഇല്ലെന്ന് പറയണോ? ഉണ്ടെന്ന് പറയണം. ത്രികോണ രാശി, അല്ലെ? ഷഷ്ടം, ദ്വാദശം, അഷ്ടം, പഞ്ചമനയോ ഭാവാൻ അനിഷ്ടാക്കിയത്. 6, 8, 12 വന്നാൽ മാത്രമേ നമുക്ക് അനിഷ്ട രാശി പോകണം. അപ്പൊ വ്യാഴാനുകൂല്യം നമുക്ക് നോക്കണം. സർവേശ്വരാണെന്നാണ്, സർവേശ്വരകാരകനാണ് വ്യാഴം. അപ്പൊ വ്യാഴത്തിന്റെ സ്ഥിതി നമ്മൾ നോക്കിയിട്ട് ദേവ അനുകൂല്യ സ്ഥിതി നമുക്ക് പറയണം. അങ്ങനെ വരും വ്യാഴം, അല്ലെ? 6, 8, 12 ഒഴിച്ചാൽ പിന്നെ ബാക്കി വരുന്ന രാശികൾ നമുക്ക് പരിഗണിക്കാവുന്ന ഗുണമുള്ള രാശിയാണ്. അപ്പം ഗുണമുള്ള രാശിയിലാണ് 5ാം ഭാവം ത്രികോണ രാശി എന്നാണ് പറയുന്നത്, അല്ലേ? ത്രികോണ രാശി പറഞ്ഞിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും നമുക്ക് അത്യാവശ്യം ദൈവികമായ പ്രശ്നത്തിൽ വലിയ ഭീകരത അവസ്ഥയൊന്നും കാണുന്നില്ല. അല്ലെങ്കിൽ സൗമ്യാനാം ഉദയം ച ദൃഷ്ടി അമരാചാര്യ സ്ഥിതിശ്ചേപ്സിരേ
ഭാവേ ച അഭിമതേ തതേതരു ഖലു. അപ്പം സൗമ്യന്റെ ഉദയം ഈ ആരോട് രാശി വെച്ചുണ്ട്. അപ്പൊ താമ്പൂല ആരോടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ആ ഗ്രഹനില ഒന്ന് പറഞ്ഞേക്കാം. ഇപ്പൊ മേടം മുതലെണ്ണ നമുക്ക് മേടത്തിൽ ചന്ദ്രൻ നിൽപ്പുണ്ട്, പിന്നെ ഇടവത്തിൽ ആരുമില്ല, മിഥുനത്തിൽ വ്യാഴമുണ്ട്, കർക്കിടകത്തിൽ ആരുമില്ല, ചിങ്ങത്തിൽ കേതുവുണ്ട്, പുലിയും കർക്കിടകത്തിലുണ്ട്. അപ്പം 6ാം ഭാവത്തിൽ മാന്തി നിൽപ്പുണ്ട്, കേതു പിന്നെ 7ാം ഭാവത്തിൽ നിൽപ്പുണ്ട്, 8ൽ ആരുമില്ല, 12ൽ പിന്നെ 11ൽ 10ൽ ചൊവ്വ നിൽപ്പുണ്ട്, 12ൽ 11ൽ ആദിത്യൻ ബുധൻ ശുക്രൻ രാഹു നിൽപ്പുണ്ട്, പിന്നെ ശനി. അപ്പൊ ഇതാണ് മേടം പോലുള്ള ഗ്രഹനില. അപ്പൊ നമ്മൾ ഈ ആരൂഢം വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ ആ ആരൂഢത്തിൽ നിന്ന് വേണം നമ്മൾ ഈ ഓരോ ഭാഗങ്ങൾ ചിന്തിക്കാനുണ്ട്. അപ്പൊ കുംഭൻ രാശി, ഈ കുംഭരാശിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ ഇത്ത കുംഭം ശുഭമാണ് സത്യവും. 12 രാശികളിൽ കുംഭൻ രാശി ഒരു അശുഭ രാശിയാണ്. മനസ്സിലെ? ഇനി അവിടെ നിൽക്കുന്ന ഗ്രഹങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിത്യന്, ബുധന്, ശുക്രന്, രാഹു. അപ്പൊ അവിടെ ഈ രാഹു ഏത് രാശി ഇരുന്നാലും നമ്മൾ പറയുന്ന ഗ്രഹണമാണ്. ഏതിനെ മറയ്ക്കാൻ കഴിവുള്ള ഒരു ഗ്രഹമാണ് ഇത്. ഇപ്പൊ ഇവിടെ വെച്ചുകൊണ്ട് നമ്മൾ ഈ രാശി നോക്കുമ്പോൾ സൗമ്യാരാം ഉദയം, ആ രാശിയിൽ സൗമ്യം ഉദിച്ചിട്ടുണ്ടോ, ശുഭഗ്രഹങ്ങൾ ഉദിച്ചിട്ടുണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സമ്മിശ്രമാണ്. അപ്പൊ ആദിത്യനുണ്ട്, ബുധനുണ്ട്, ശുക്രനുണ്ട്, രാഹുവുണ്ട്. അപ്പൊ 2 പാപന്മാരും 2 ശുഭന്മാരും ഉണ്ട്. 50-50 എന്ന് പറയാം, അല്ലെ? അപ്പൊ സൗമ്യന്റെ ഉദയമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും 50% സൗമ്യനുമുണ്ട്, ശുഭനുമുണ്ട്, പാപമുണ്ട്. ദൃഷ്ടി, ഇനി അവിടേക്ക് ദൃഷ്ടിയുള്ള ഗ്രഹങ്ങൾ ഏതൊക്കെയുണ്ട്? ഡയറക്റ്റ് ദൃഷ്ടി എന്നൊക്കെ എഴുതിക്കുമല്ലോ. അപ്പൊ അവരുടെ ദൃഷ്ടി നമ്മൾ പരിഗണിക്കാറ്. ദൃഷ്ടി, അപ്പൊ ദൃഷ്ടി വരുമ്പോ വിശേഷ ദൃഷ്ടി കൂടെ പരിഗണിക്കും. ത്രിദശ, ത്രികോണ, ചതുരശ, സപ്തമ, അവലോകന്തി, ചരണാഭി, പ്രതിത. ത്രിദശ 3ലും 10ലും ശനിക്ക് ദൃഷ്ടി. ത്രികോണം 5ലും 9ലും വ്യാഴത്തിന് ദൃഷ്ടിയുണ്ട്. ഈ വ്യാഴം നിൽക്കുന്ന രാശി നിന്നിട്ട് അതിന്റെ 9ാം രാശിയാണ്. അപ്പൊ വ്യാഴത്തിന് ദൃഷ്ടിയുണ്ട്. അപ്പൊ സൗമ്യന്റെ ഉദയം ഉണ്ടോ സമ്മിശ്രമായിട്ട് സൗമ്യനുമുണ്ട്, ശുഭനുണ്ട്. അപ്പൊ 50% സൗമ്യസ്ഥിതി പറയാം. പിന്നെ വ്യാഴത്തിന്റെ പൂർണ്ണ ദൃഷ്ടിയുണ്ട്. അമരാചാര്യന്റെ സ്ഥിതി ദൃഷ്ടി. അപ്പം ദൃഷ്ടി നമ്മൾ പരിഗണിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ദൃഷ്ടി. ഇനി അമരാചാര്യൻ വ്യാഴം ഏത് രാശി നിൽക്കുന്നു എന്ന് നോക്കണം. അപ്പൊ ത്രികോണരാശികളാണ് ഏറ്റവും ഗുണമാണ്, അല്ലേ? അപ്പൊ അത് തീർച്ചയായിട്ടും 5 നിൽപ്പുണ്ട്. അപ്പൊ വ്യാഴാനുകൂല്യം ഉണ്ട്. അപ്പം ശുഭന്റെ ഇത് പരിഗണിക്കുമ്പോൾ 50%, ദൃഷ്ടി പരിഗണിക്കുമ്പോൾ ഒരു പൂർണ്ണത, വീണ്ടും വ്യാഴത്തിന്റെ സ്ഥിതി നിൽക്കുമ്പോൾ അടുത്ത ദൃഷ്ടി. അപ്പൊ നമ്മൾ 4 കാര്യം പരിഗണിച്ചതിന് അതിനകത്ത് നമുക്ക് 2 കാര്യം അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും തീരെ മോശമല്ല ദൈവിക, ഇത് നമുക്ക് തീരെ മോശമല്ലെന്ന് പറഞ്ഞു മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് ദൈവികമായ കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കുമ്പോൾ നമുക്ക് ദൈവിക അനുഗ്രഹത്തിന്റെ സ്ഥിതി മോശമല്ലാത്ത ഒരവസ്ഥയിൽ നമുക്കൊരു 60% പറയാം. 60% തൽക്കാലം നമുക്ക് ദൈവിക സ്ഥിതി മനസ്സിലായി. പിന്നെ പ്രശ്നഫലം പറയാനായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ ആരോളം വെച്ചിട്ട് 12 രാശിയും ചിന്തിച്ചല്ലേ പറ്റും. മനസ്സിലായി. ഇവിടെ ഇപ്പോൾ ഒരു വിഷയം വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ലഗ്നരാശി കൊണ്ടാണ് സാന്നിധ്യം, ക്ഷേത്രം, ബിംബം ചിന്തിക്കേണ്ട രാശി. ഇവിടെ ഇങ്ങനെ ഈ ഇത് വന്നതുകൊണ്ട് ഇതിനകത്ത് എന്തൊക്കെയോ ചെറിയ നിഗൂഢതകൾ ഇതിനകത്ത് ഉണ്ട്, നിഗൂഢതകളുണ്ട്. അപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ആ എക്സാമ്പിൾ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമാവും. ഞാനൊരു ക്ഷേത്രത്തിൽ ദേവപ്രശ്നത്തിൽ പോയി. ആ ക്ഷേത്രത്തിൽ പോയപ്പോൾ ശിവക്ഷേത്രമാണ്, ശിവലിംഗം ഉണ്ട്, ലിംഗപ്രതിഷ്ഠയാണ്. അപ്പം നമ്മൾ ആരൂഢ രാശി വാരിയപ്പം ആ ആരൂഢ രാശിക്കുള്ള പ്രത്യേക ഇരട്ട രാശികളുണ്ട്, ലിത്ത രാശികളുണ്ട്. ഇപ്പൊ മിഥുനം, നിർമിഥുനമാണ്, നരമിഥുനങ്ങളാണ്. അപ്പം ആണും പെണ്ണും ഉണ്ട് അതിനകത്ത്. അപ്പൊ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഈ ലിത്ത രാശി കണ്ടു, മനസ്സിലായി. അപ്പൊ സാന്നിധ്യം നമ്മൾ എങ്ങനെ പറഞ്ഞിട്ട് മൊത്തം രാശിയും പരിഗണിക്കേണ്ടി പറ്റും. അങ്ങനെ 6 രാശിയും പരിഗണിക്കണം. ഇതിനകത്ത് ദൈവീകമായി ചിന്തിക്കുമ്പോൾ 2 ദേവസ്ഥാനം അകത്ത് കഴിഞ്ഞു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ 2 ദേവനുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറയാതിരിക്കാനും ഒക്കത്തില്ല, കള്ളം പറയാൻ ഒക്കത്തില്ല.
അപ്പൊ അങ്ങനെ ആവശ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞത് ദേവ വിഷയം നമ്മൾ പരിഗണിക്കുമ്പോൾ ഇവിടെ ദേവന്റെ സാന്നിധ്യം ശ്രീകോവിലിനകത്ത് 2 എണ്ണം കാണുന്നുണ്ട്. അപ്പൊ അത് ഏതാണെന്ന് ചോദിച്ചതല്ല. അപ്പൊ ഞാൻ 2 മഹാദേവ സാന്നിധ്യങ്ങൾ തന്നെയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ അതെന്താണ് എന്ന് കണ്ടുപിടിക്കേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പൊ സംഭവം ചുരുക്കി എന്ന് പറയാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ദേവസ്ഥാനം ശിവലിംഗ പ്രതിഷ്ഠയാണ്. ഒരു കുടുംബത്തിന്റെ വകയാണ്. അവരുടെ തേവാരത്തിന്റെ ഇതും എന്ത് തന്നെയാണ്, അവരുടെ തേവാരത്തിൽ ശിവനാണ്. ഈ തേവാരത്തിൽ പ്രതിഷ്ഠിച്ച് വെച്ചിരുന്ന സാധനത്തിൽ കൂടെ ഇവിടെ കൊണ്ടുവച്ചു. അവരുടെ അമ്പലമായതുകൊണ്ട് അതിനകത്ത് വെച്ചു. ഇതാ സംഭവിച്ചത്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇത് ചിന്തിക്കുമ്പോൾ ഇവിടെ എന്തോ വിഷയം ദേവസ്ഥാനത്ത് കാണിക്കുന്നു. അപ്പൊ പ്രശ്നമായിട്ട് അതങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ ശല്യപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ നമ്മളുടെ ഉദ്ദേശം എന്താണോ അത് പറഞ്ഞാൽ അതിന് ഉത്തരം ഞാൻ തരുന്നതായിരിക്കും. നമ്മുടെ ഉദ്ദേശം ഇതിപ്പോ ഞാൻ പറയാം. ഇവിടെ ഈ കുംഭരാശി, കുംഭൻ രാശിയാണ് വന്നിരിക്കുന്നത്. കുംഭൻ രാശിക്ക് ആരൂഢത്തിന്റെ ഇത് വെച്ച് ബാധക സ്ഥാനമായിട്ട് വരുന്നതായിരിക്കും കുംഭൻ രാശി. സ്ഥിരം സ്ഥിരം ഉഭയമല്ലേ. അപ്പം ഇതിന്റെ സ്ഥിരരാശിയാണ്. അപ്പൊ സ്ഥിരരാശിയാണ് ഇതിന്റെ ബാധക സ്ഥാനം. അതിന്റെ 9ാം ഭാവമാണ് 7, 8, 9. 9 വരുമ്പോഴത്തേക്ക് തുലാം രാശിയാണ്. തുലാം രാശിക്ക് ഉള്ള പ്രത്യേകത അതിന്റെ രാശി ശുക്രനാണ്. അപ്പൊ ബാധകാധിപൻ ലഗ്നത്തിൽ നിൽപ്പുണ്ട്. ഇത് 4ാം ഭാവാധിപൻ അല്ലെ. 4ാം ഭാവം പ്രാസാദം, മണ്ഡമാനി അല്ലെ, അതൊക്കെ ചേർത്ത് ചിന്തിച്ചിട്ട് യാനം ഹി ചതുർത്ഥത. യാനം ഈ ദേവന്റെ എഴുന്നള്ളത്ത് മറ്റുള്ള കാര്യം 10ാം ഭാവം കൊണ്ടും 4ാം ഭാവം കൊണ്ടും നമ്മൾ ചിന്തിക്കും. അപ്പൊ ഒന്നിന് ക്ഷേത്ര സീവോലോ അതുപോലുള്ള ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം, അതല്ലെങ്കിൽ യാത്രാ കാര്യങ്ങൾ എന്തെങ്കിലും ആയിരിക്കും ഇവരുടെ ആവശ്യത്തിൽ വരുന്നത്. ഇവിടുത്തെ നിലവിൽ ഇവരുടെ അറിയാനുള്ള ആഗ്രഹം വരുന്നത് അതിന്റെ ബാധയായിരിക്കും നമുക്കിപ്പോ ഇവിടെ കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഏതാണെന്ന് വെച്ചാൽ പറയാം. ഞാൻ വെച്ചാൽ സാന്നിധ്യം പോലെ അങ്ങോട്ട് ചിന്തിക്കുന്നില്ല. ചിന്തിക്കാനുള്ള ഒത്തിരി പറയാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് കാരണം ഇതൊക്കെ ഒത്തിരി യോഗമുള്ള രാശിയാണ്. ഒത്തിരി നമുക്ക് കാര്യങ്ങളൊക്കെ പറയേണ്ടി വരുന്ന ഒരു രാശിയാണ്. കാരണം എന്താ അറിയോ, ഈ രവിബുധ യോഗം എന്ന് പറഞ്ഞാൽ അപ്പൊ ഒരു സമയം നിങ്ങൾ ചിന്തിച്ച് വിപണയോഗമാണ്. ദിഗ്നാംശം ജനയത്യധികത്വസുവിധം യന്ത്രാസ്മകാരം നരം ഭൗമേന അഖരിതം ബുധേന നിപുണം സൗഭാഗ്യ കീർത്തി അന്വിതം. സൗഭാഗ്യം കീർത്തി അന്വേഷിച്ചിട്ട് രണ്ടുപേര് പറയണം. മനസ്സിലായി? അപ്പൊ ഇതിന്റെ ഒരു പ്രാചീനത നമ്മൾ ചിന്തിക്കുമ്പോ അതിന് ഒത്തിരി പ്രാചീനത്വമുണ്ട്. മനസ്സിലായി? ഇപ്പോഴത്തെ അവസ്ഥ നോക്കുക, അത് കഴിഞ്ഞ് അറിയേണ്ട കാര്യങ്ങൾ അല്ല. അപ്പൊ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഒത്തിരി പറയേണ്ടതുണ്ട്. തന്നെയല്ല, ഇതിനകത്ത് ഒന്നും കൂടെ പറയാനുള്ള ഒരു വിഷയം എന്ന് വെച്ചാൽ ഈ രാഹു ഇതിനകത്ത് ഈ ആദിത്യൻ നിൽക്കും കുഴപ്പമില്ല കേസ്. അപ്പൊ ഈ ഞാൻ പറഞ്ഞത് ഈ സാധാരണ വൈഷ്ണവ ക്ഷേത്രങ്ങളാകുമ്പോൾ എങ്ങോട്ട് പ്രതിഷ്ഠ കിഴക്കോട്ടാണ് പ്രതിഷ്ഠ. ഈ പടിഞ്ഞാറോട്ട് പ്രതിഷ്ഠ വടക്കോട്ടുള്ള പ്രതിഷ്ഠകൾ വരുന്നതിനുള്ള പ്രത്യേകത എന്താണ്? എന്തോ ഒരു രൗദ്രം പറയാം അല്ലേ? അതിന് അങ്ങനെ നമുക്ക് പറയാം. അതിനകത്ത് വേറൊരു നോക്കുണ്ട്. ഒരു ദേശദേവത നമുക്കുണ്ടെങ്കിൽ ഉപദേവതായ സങ്കല്പങ്ങളാണെങ്കിൽ പടിഞ്ഞാറോട്ട് പ്രതിഷ്ഠിക്കണം. ഒരു ദേശദേവന് പ്രധാന ഒരു ദേവനെ പ്രതിഷ്ഠ ഉണ്ടെങ്കിൽ അതിന്റെ ഉപദേവതാ സ്ഥാനങ്ങളിൽ നമ്മൾ ദേവനെ പ്രതിഷ്ഠിക്കുകയാണെങ്കിൽ ദേവിയെ പ്രതിഷ്ഠിക്കുകയാണെങ്കിൽ എങ്ങനെ പ്രതിഷ്ഠിക്കാം? പടിഞ്ഞാറുടെ. അങ്ങനെ നമുക്ക് ഇത് 2 കാര്യത്തിൽ പരിഗണിക്കാം. പക്ഷെ എന്തായാലും ഇതിനകത്ത് ഈ എന്തെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതിനകത്ത് ഈ ആദിത്യം തീവ്രം നൽകും, രാഹുവും തീവ്രം, ഈ 2 ചൂടിന്റെ കാരകന്മാരാണ്. എന്ത് വന്നാൽ ഇവിടുത്തെ ഒരു ദേവന് രൗദ്ര അതാ എന്തോ ഉണ്ട്. മനസ്സിലായി? ഇവിടെ ഈ 4ാം ഭാവമാണുള്ള ബാധ വരുന്നത്. 4ാം ഭാവത്തിൽ ഇവിടെ നിൽക്കുന്നു. ഇവിടെ ഈ പാനകമൊക്കെ ചെയ്തിരിക്കുന്നത്. പാനകം അത് താൽക്കാലികം. പിന്നെ നമ്മള് ഇവിടെ തിരുവനന്തപുരത്ത് നമ്മള് ശ്രീപത്മനാഭന്റെ പ്രശ്നം വെക്കുമ്പം ഈ ആഹാരങ്ങൾ ചിന്തിക്കുമ്പോ ഈ കണ്ണൻ ചിലന്റെ കണ്ണി വാങ്ങാൻ ഇരിക്കും. അത് എല്ലാത്തിനും ഇഷ്ടമാണെന്നാണ് പറയുന്നത്. അപ്പൊ അതൊക്കെ കടുക, ലവണം, തിക്തം, മിശ്രിതം. അപ്പൊ ലവണമല്ലേ, ഉപ്പ് ചേർന്നല്ലോ ഉപ്പുവാ. അപ്പൊ ലവണം ചേർത്ത ആഹാരം ഉണ്ടെന്ന് പറയുമ്പോൾ ഉപ്പ് വാങ്ങാനില്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ആദിത്യനും രാഹുവും കൂടെ വരുവാണ് എന്തോ ഒരു തീവ്രമായ ഒരു എന്തോ ഒരു ഇതുണ്ട്. അല്ല, ഇപ്പൊ നിലവിലുണ്ടെന്നാണോ പണ്ട് ചെയ്തിട്ടുണ്ടെന്നാണ്? പണ്ട് ചെയ്തിട്ടുണ്ടെന്നാണ്. അതിപ്പോ ഈ പാനകം പൂജിക്കുന്നത് ഇപ്പൊ ചെയ്യുന്നതൊന്നുമല്ല. തന്നെയല്ല, അന്നിപ്പം
എന്ന് മുതലായി ഈ സപ്താഹ തുടങ്ങി ഇപ്പൊ അല്ലേ വന്നിരിക്കുന്നത്. അതല്ല പണ്ട് മുതലേ ഇത് ഉണ്ടായിരുന്ന ഒരു. അപ്പൊ ഇവിടെ 4-ാം ഭാവമാണ് ബാധ വന്നിരിക്കുന്നത്. അപ്പൊ എന്താ നിങ്ങളുടെ ആവശ്യം പറഞ്ഞു? ഞങ്ങളുടെ ആവശ്യം വിഷുവിനാണ് നമ്മുടെ ഉത്സവം നടക്കുന്നത്. 10-ാം തീയതി നിന്ന് ആറാട്ട് ഘോഷയാത്ര. ആറാട്ട് ഘോഷയാത്ര ആറാട്ട് കടവിലാണ്. അപ്പോൾ ഈ ആറാട്ട് കടവ് എന്ന് പറയുന്നത് ജസ്റ്റ് ഈ തെക്ക് വടക്ക് ഭാഗത്താണ്. അപ്പോൾ ഇവിടുന്ന് ഘോഷയാത്ര നമ്മൾ അവിടോട്ട് ചെല്ലുന്നു. ഇത്രയും ആൾക്കാർ നിൽക്കുന്നു, നേരെ തിരിഞ്ഞിട്ട് പോയിരുന്നു. 2 വീടുകൾ കവർ ചെയ്ത് പോവുകയാണ്. 4 വീട്. അപ്പോൾ ഇത്തവണ നമ്മൾ ഒരു കൂട്ടായിട്ട് പുതിയൊക്കെ ആലോചിച്ചതിന് ശേഷം ഒരു തീരുമാനമെടുത്തു. ഈ ദേശദേവനെ ചുറ്റി അദ്ദേഹത്തിൻ്റെ ഈ ആറാട്ട് കഴിഞ്ഞിട്ട് വരുന്ന വഴി, അങ്ങോട്ട് പോയത് സെയിം വഴി തന്നെ, വരുന്ന വഴി അദ്ദേഹത്തിനെ ചുറ്റി ഈ റോഡ് വഴി കയറി ഇങ്ങനെ കയറി വരും. 100% ഇഷ്ടം. അതാ 100% ഇഷ്ടം. കാരണം എന്താ അറിയോ, 4-ാം ഭാവം ബാധയാ. കാര്യം ശരിയാ. അത് ബാധ എന്ന് പറഞ്ഞാൽ അതീത ഫലം ആരൂഢാൻ ഉദയാഗമം ഫലം വരി. ഇപ്പം ഈ പിന്നെ കഴിഞ്ഞ കാര്യം നമ്മൾ ചിന്തിക്കണം. ആരൂഢ അതീതം. അപ്പൊ അതീതം പഴയത്, പഴയ ചിന്തിക്കുമ്പോൾ അതീത ഫലം ആരൂഢ. അപ്പൊ ആരൂഢ അങ്ങോട്ട് പഴയ കാര്യം പറയുമ്പോൾ ഈ 4-ാം ഭാവം ബാധയാണ്. ഇപ്പൊ നമ്മൾ സാധാരണ ഈ ദേവനെ എഴുന്നള്ളിച്ച് ആറാടുക എന്നുള്ള വാക്കല്ലേ. അപ്പൊ തീർച്ചയായിട്ടും ദേശദേവത ജനങ്ങൾക്ക് ഐശ്വര്യപ്രദമായിട്ട് എല്ലാവർക്കും അനുഗ്രഹം കൊടുത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്. അതെ, അതാണ് ആറാട്ട ഉത്സവം. അപ്പൊ ആറാടാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും ദേവതകൾക്ക് പിന്നെ തന്റെ പ്രജകളെ അല്ലെ തന്റെ ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം കൊടുക്കാനായിട്ട് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുന്നതിനകത്ത് ഒരു തെറ്റും അല്ല. നേരത്തെ ചെയ്തോണ്ടിരുന്ന കുഴപ്പമാണ് അവരായിട്ട് ഇങ്ങോട്ട് വന്ന് തിരിച്ചു വരുന്നു. എന്നുവെച്ചാൽ ആ താലപ്പൊലി എടുക്കുന്ന ആൾക്കാരെ ഇവിടുന്ന് തുടങ്ങി അവിടെ വരെ നിൽക്കുന്നു. ഞാനൊരു കാര്യം പറയാം. ഇത് ചരരാശി, അതായത് ബാധകസ്ഥാനം ചരരാശിയല്ലേ, തുല അല്ലേ. അപ്പം ഭാവാധിപത്യം എന്നുള്ള ശുക്രന് ഒരു സ്ഥിരാധിപത്യം ഒരു ചരാധിപത്യം 2 മതിലുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പം ഈ ആറാട്ട കടവ് പഴയത് ഇവിടെ അല്ല. ആദ്യം നമ്മള് അന്ന് പക്ഷെ ഉത്സവം ഇങ്ങനെ ഇല്ലായിരുന്നു. പണ്ട് ഉത്സവം ഇവിടെ തന്നെ ആറാട്ട് നടത്തുന്നത്. അല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെ. അപ്പം നമ്മളാ അല്ല, അത് നമ്മൾ പഴയ സപ്താഹത്തിന് സപ്താഹം വിട്ടേരെ ആ കാര്യം പറയണ്ട. സപ്താഹത്തിന് വേണ്ടി യാതൊരു ഒന്നുമില്ല. ഉത്സവത്തിന് ഇവിടെ തന്നെയായിരുന്നു അല്ല അങ്ങനെയല്ല. ഇത് ഈ ക്ഷേത്രത്തിൻ്റെ കടവായിട്ട് തന്നെ ഇത് പറയുന്നത്. ഈ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന കടവ് ക്ഷേത്രത്തിൻ്റെ തന്നെ കടവാണ്. ഇതുപോലെ തന്നെ കല്ലൊക്കെ കെട്ടിയുണ്ടാക്കിയിരിക്കുന്ന പഴയ കടവാണ്. അല്ല, പണ്ടിത് വിഷു ഒരു ദിവസം ഉള്ളായിരുന്നു ഉത്സവം. അപ്പൊ അന്ന് ആറാട്ടുണ്ടോ? ഇല്ല, അന്ന് ആറാട്ടില്ലായിരുന്നു. ഇല്ല, ആറാട്ട് തന്നെ എപ്പോഴാ കൊടിയേറ്റ് വരുമ്പോഴേ. അങ്ങനല്ലല്ലോ ഇവിടെ. ഇതിനകത്തെ ഇതിനകത്ത് കൊടിയേറ്റ് ഉണ്ടായിരുന്നോ എന്നുള്ള ചോദ്യത്തിനുള്ള കൊടിയേറ്റ് ഉത്സവമൊക്കെ ഉണ്ടായിരുന്നോ? മഹാക്ഷേത്രമായിരുന്നു. ഈ ചെറിയ ക്ഷേത്രം അല്ല, മഹാക്ഷേത്രമായിരുന്നു. 28 തേവര്, അരത്തേവരായിട്ടാണ് സാറുകളെ ചെങ്ങന്റെ അരത്തേവരാണ്. കൊടിയേറ്റും ഉത്സവവും എല്ലാം ഉണ്ടായിരുന്നു. ഇതൊരു കാലത്തിന് നാശം വന്നതിന്റെ ഈ വെളിയിലുള്ള സാധനം എല്ലാം പോയി. അവസാനം ഉള്ളത് ഇതെല്ലാം ശേഷിച്ചു. പിന്നെ രണ്ടാമത് പുനർനിർമ്മാണം ചെയ്തു. അപ്പൊ ഇത് രണ്ടാമത് വന്ന ഈ സാധനമൊക്കെ ആദ്യം ഇതുണ്ടായിരുന്നു. അത് മഹർക്ഷേത്രമായിരുന്നു. അതിന് നാശം വന്നതിന് ശേഷം പിന്നെ രണ്ടാമതുണ്ടായി. കുടിവരവും മറ്റു അനുബന്ധങ്ങളും ഇതിലെവിടെയോ ജലാശയത്തിലുണ്ടെന്നാണ്. ഞാനിപ്പോ ആരോടും വെച്ചോണ്ട് നമ്മൾ ചിന്തിക്കാതെ ഒത്തിരി സംസാരിക്കാം. അതുകൊണ്ട് അത് പോക്കോട്ടെ. അപ്പൊ എന്തായാലും നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പണ്ടുണ്ടായിരുന്നതിൽ നിന്ന് നിങ്ങൾ മാറ്റം വരുത്തുന്നതിന് ദേവന്റെ ഹിതം നോക്കുമ്പോൾ ദേവൻ അഹിതമൊന്നും ഇല്ല. വ്യാഴത്തിന്റെ പൂർണ്ണദൃഷ്ടി ലഗ്നരാശിയുള്ളത് കൊണ്ടും യോഗം രവി ബുധ യോഗം നിഗുണയോഗം ലഗ്നത്തിൽ നിൽക്കുന്നത് കൊണ്ടും തീർച്ചയായിട്ടും ദേവന് അത് സൗഭാഗ്യം കീർത്തി അന്വയിച്ച് പറഞ്ഞോണം. നമ്മൾ തീർച്ചയായിട്ടും ദേശദേവതയ്ക്ക് ഈ ദേശങ്ങളിൽ പോയിട്ട് തിരിച്ച് ഭക്തർക്ക് അനുഗ്രഹം കൊടുത്തിട്ട് തിരിച്ചു വരുന്നത് ആർഭാടപൂർവ്വമാക്കുന്നതിൽ യാതൊരു തെറ്റും ഇല്ല.
അതായിരുന്നു ഞങ്ങളുടെ ഒരു ഞാൻ തെറ്റും കണ്ടു. അല്ല അത് ആറാട്ട് കഴിഞ്ഞിട്ട് പോകണം. നാരായണന് മുമ്പാ. കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ഇതിന്റെ ഈ ഗതി ഒന്ന് മാറേണ്ടി വരും. ഗതി മാറുക എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് നിലവിലെ നേരെ ആറാട്ടിലോട്ട് പോകുന്ന ഹ്രസ്വമായ വഴിയല്ല നമ്മൾ സ്വീകരിക്കേണ്ടത്. ജനങ്ങളിൽ ഒരുമിച്ച് അനുഗ്രഹം വാങ്ങാൻ നിൽക്കുന്നവർക്ക് ഈ സാധാരണ ദേവനെ നമ്മൾ സ്വീകരിക്കും. ദേവനെ രാജാവിനെ നിറ പറയും നിലവിളക്കും വെച്ചിട്ടാണല്ലോ നമ്മൾ സാധാരണ ഇവരെ രണ്ടുപേരെ സ്വീകരിക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ എല്ലാം പറഞ്ഞ് പറയെടുക്കുന്നതായി അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഭക്തജനങ്ങൾക്കിടയിലേക്ക് നമ്മൾ പോകുമ്പോൾ ഭക്തജനങ്ങൾക്ക് പറയിട്ട് സ്വീകരിക്കുന്ന സമ്പ്രദായം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറയുന്നതിന് ഹ്രസ്വമായത് ഒഴിവാക്കി ദീർഘമായ ഒരു ഇത് ചെയ്ത് നിൽക്കുക. പക്ഷെ അവ എപ്പോഴും ക്ലോക്ക് വൈസ് ആയിരിക്കും, ആന്റി ക്ലോക്ക് വൈസ് ആവാൻ പാടില്ല. ക്ലോക്ക് വൈസ് ആയിരിക്കും. അങ്ങനെ പോകാൻ ആന്റി ക്ലോക്ക് അതാണ് കഴിഞ്ഞാണെങ്കിൽ ക്ലോക്ക് വൈസ് അല്ല അങ്ങനെ വരുമ്പോഴേ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഏടെ സാധനം കാണും, ഒരു റോഡ് കാണും, ഇതിലോട്ട് കാണും. ഇല്ല ഇവിടെ നിന്ന് ഇങ്ങനെ ഇറക്കി കഴിഞ്ഞാൽ അങ്ങനെ പോകാൻ പറ്റും. ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ. പടിഞ്ഞാറ് തിരിഞ്ഞ് കിഴക്കോട്ട് പോയി വടക്കോട്ട് വന്ന് വീണ്ടും പടിഞ്ഞാറ് തരാം. അപ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ആവും. ആന്റി ക്ലോക്ക് വൈസ് ആവും. അപ്പൊ ഈ ഇവിടുന്ന് പടിഞ്ഞാറോട്ട് ഇറങ്ങിക്കഴിഞ്ഞാല് ക്ലോക്ക് വൈസ് ആയിട്ട് ഈ വഴി കയറാനൊരു മാർഗമില്ല. അത് കുഴപ്പമില്ല. ക്ലോക്ക് വൈസ് ആയിട്ട് പിന്നെ കയറാൻ പറ്റത്തില്ല. അല്ല ഇതുകൊണ്ട് ഇങ്ങനെ പ്രദർശനമായിട്ട് അതിനകത്ത് കുഴപ്പമില്ല. അപ്പൊ ഇങ്ങനെ പോയിട്ട് തിരിച്ചിവിടെ വന്നിട്ട് പിന്നെ നേരെ നേരെ ആറാട്ട്. അപ്പൊ ഈ പോകുന്ന വഴി പഴയ കിടന്ന് പോവാം. തീർച്ചയായിട്ടും അത് ഇഷ്ടമാണ്. അപ്പൊ ഇങ്ങനെ ഇവിടെ ഇറങ്ങി നേരെ പോയി പോകുമ്പോൾ അതെ, ഈ ഞാൻ പറയും നാലാം ഭാവത്തിന് ഒത്തിരി പ്രാധാന്യമുള്ള രാശിയാണ്. നാലാം ഭാവം എന്ന് പറഞ്ഞാൽ ഭോജനം, അന്നം, ഭക്ഷ്യം, പൂജ്യം, അന്നദാനം നടത്താം, പിന്നെ എന്താ പറയുന്നത്, കാപ്പി നടത്താം, എന്തൊക്കെ ആർഭാടം ഉണ്ടാകും അതെല്ലാം നടത്താം. പൂജ്യങ്ങളെ ഭോജനം നടത്താം. അല്ല അതിനകത്ത് വേറെ ഇതുള്ളതെന്ന് പറഞ്ഞാൽ ആറാട്ട് കഴിഞ്ഞാൽ നേരെ ക്ഷേത്രത്തിലോട്ട് വരിക എന്നുള്ളതാണ്. അങ്ങനെ ഈ പ്രദർശനം വെച്ച് വരുമ്പോൾ അശുദ്ധി ഉണ്ടാകും. അത് കഴിഞ്ഞാൽ ആറാട്ട് കഴിഞ്ഞാൽ ശുദ്ധമായി പിന്നെ നേരെ കയറുക എന്നുള്ളതാണ്. ആറാട്ട് കഴിഞ്ഞിട്ട് പ്രദർശനം വെക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ പോവാം. ഇങ്ങനെ പോയി കറങ്ങി തിരിഞ്ഞ് ക്ലോക്ക് വൈസ് തന്നെ വന്ന് വീണ്ടും ഒരു വലത്ത് വെച്ചിട്ട് പിന്നെ ഞങ്ങൾ പോകേണ്ടി വരും. അത് കുഴപ്പമില്ല. ഒരു വലത്ത് വെച്ചിട്ട് വന്നാൽ പിന്നെ ആറാട്ടിന് പോകാം. പിന്നെ ആറാട്ടിന് പോവാം, തിരിച്ചു പോരുക. അതങ്ങനെ ആകാം. അതല്ലാത്ത പക്ഷം ഒരു ഇത് വെച്ചിട്ട് പിന്നെ ദേശം കണ്ടിട്ട് അല്ലെങ്കിൽ ആറാട്ട് കടവ് വേറെടുത്താക്കണം. അവിടെ പിന്നെ നേരെ തിരിച്ചു പ്രാവശ്യം പിന്നീട് അതവരുടെ കാര്യമില്ല. അങ്ങോട്ട് അത് നടക്കുന്നില്ല. ഇതിപ്പം സാധിക്കുന്ന കാര്യമായി ഇപ്പൊ ഈ പറഞ്ഞത്. പോയി തിരിച്ച് ആറാട്ട് തിരിച്ചു പോരുക. ദേശങ്ങളിലെല്ലാം ചുറ്റി ഈ അതായത് ഈ ഇതിന്റെ സങ്കല്പം എന്താന്ന് വെച്ചാൽ രാജാവ് പ്രജകളെ കാണാൻ പോകും പോലെ തന്നെയാണ്. ദേവൻ തന്റെ ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം കൊടുക്കാൻ അന്ന് മാത്രമേ കൊണ്ട് വെളിയിലിറങ്ങി. അപ്പൊ നമ്മുടെ അതിഥി മാത്രമല്ല, ദേവനും കൂടിയാണ്. അപ്പൊ ആ ദേവനെ സ്വീകരിക്കാൻ നമുക്ക് നിറവറയും നിലവിളക്കും ബാക്കിയുള്ള എന്തൊക്കെ ആർപ്പാടം ചെയ്യാമോ അതൊക്കെ കൊടുത്ത് സ്വീകരിച്ചിട്ട് അദ്ദേഹം പോകും. അപ്പൊ അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഹിതം അനുകൂലമാണ്. ഈ നിപുണയോളം നിൽക്കുന്ന രാശിയാണ്. അതിനെ ബുധശുക്രം നിന്ന് അടുത്ത ഒരു മഹാലക്ഷ്മി യോഗമുണ്ട്, അതും നല്ലതാണ്. അപ്പൊ രണ്ട് കൃത്യമായ യോഗങ്ങളുള്ള ഒരു രാശിയാണ് ഈ കുംഭൻ രാശി. അപ്പൊ തീർച്ചയായിട്ടും ദേവന് ഹിതം. അപ്പൊ ഇതവിടെ ക്ലോക്ക് വൈസ് ആയിട്ട് വരും. കാരണം എന്തുകൊണ്ട് ഇതിൽ ഈ കുംഭം കഴിഞ്ഞാൽ പിന്നെ വേണം ക്ലോക്ക് വൈസ് ആയിട്ട് പിന്നെ തുടങ്ങും. അതുകൊണ്ട് തീർച്ചയായിട്ടും ക്ലോക്ക് വൈസ് പ്രദർശനം. ഒന്നെങ്കിലും ഇങ്ങനെ അകത്തൂടെ ചെറിയ വേണമെങ്കിൽ നമ്മൾ എഴുന്നള്ളേ ഇതിന്റെ ഭാഗ്യം ഒന്ന് ചുറ്റി ഇങ്ങനെ ക്ലോക്ക് വൈസ് ആയിട്ട് പോയിട്ട് പിന്നെ കയറിയാൽ അങ്ങനെ ചെയ്യാം. ആദ്യം പ്രദർശനം ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ക്ലോക്ക് വൈസ്. ഇത് പടിഞ്ഞാറ് പ്രതിഷ്ഠ ചെയ്തു. ഒന്നുമല്ല. അപ്പൊ അതെന്നാന്ന് വെച്ചാൽ നിങ്ങൾ അത് ഒന്ന് അറേഞ്ച് ചെയ്ത് നിങ്ങൾ പോവുകയാണെങ്കിൽ തന്നയുടെ അനുഗ്രഹം വാങ്ങിച്ചു കഴിഞ്ഞാൽ അല്ലെ ആജ്ഞ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് റൂട്ട് വേണമെങ്കിൽ ഇപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി ലെങ്കി റൂട്ട് വേണമെങ്കിൽ എടുക്കാം. അപ്പൊ അങ്ങനെ ദേവന്റെ ആ ഒരു തട്ടകം മുഴുവൻ ചുറ്റും ഒന്ന് കറങ്ങി അതുകൊണ്ട് പ്രദർശനം
അപ്പോൾ ഇതുവഴി ഇറങ്ങി ഇങ്ങനെ ഇറങ്ങി ഇതുവഴി കയറി ആറാട്ടുകടവിലോട്ട് പോയി തിരിച്ച് ആറാട് കഴിഞ്ഞാൽ പിന്നെ നേരെ ഇഞ്ഞ് പോരണം. കാരണം പിന്നെ അശുദ്ധമാകാൻ പാടില്ല. ആറാടി കഴിഞ്ഞാലേ ശുദ്ധമാകില്ല. എപ്പോഴും നമ്മൾ സാധാരണ ഈ പറ എടുപ്പെന്നുള്ള ഉദ്ദേശമുണ്ട്. ഇവിടെ ആറാടി തിരിച്ചു വരുമ്പോഴാണ് പറയുന്നത്. ഇവിടെ തിരിച്ചു വരുമ്പോഴാണ് പറയുന്നത്. അത് ശരിയാ. അത് ശരിയാണ്. അപ്പൊ അങ്ങോട്ട് പോകുമ്പോൾ പറയില്ല എടുത്ത് പോവാം. പറയെല്ലാം എടുത്തിട്ടുണ്ടോ? കടലോട്ട് പോകുന്ന വഴിക്കുള്ള പറ ഇങ്ങനെ എല്ലാം എടുത്ത് പോയി തിരിച്ച് അതെ തിരിച്ച് നേരെ ഭഗവാനും കയറുക. അതാണ് ആറാടി കഴിഞ്ഞാൽ പിന്നെ ശുദ്ധമല്ലേ? അത് കാരണം അതിനകത്ത് ഈ ചില ഇതിന് പ്രോസസ്സിംഗ് ഉണ്ട്. വെള്ളത്തിൽ ഇതൊക്കെ ചെയ്യുന്ന ഇതൊക്കെ ഉണ്ട്. അപ്പൊ അത് നമ്മള് ശുദ്ധമാക്കുക. അപ്പൊ ക്ഷേത്രത്തിനകത്ത് പറ എടുക്കാൻ പറ്റുമോ? പിന്നെന്താ? അല്ല ആറാടി കഴിഞ്ഞ പിന്നെന്താ? അത് അശുദ്ധമാവുന്നില്ലല്ലോ. ദേവൻ അങ്ങനെ പോകുമ്പോ ഭക്തജനങ്ങളിൽ ശുദ്ധാശുദ്ധങ്ങളിൽ പലതും നമ്മൾ മാനിക്കാത്തതോ ഉണ്ടാകാം. 108 അശുദ്ധമുണ്ട്. ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും പരിഗണിക്കാം, വിഷയം വരാം. ഇതാ ക്ഷേത്രത്തിലോട്ട് വരികയാണ് ആ പ്രശ്നം വരുന്നില്ല. ക്ഷേത്രത്തിൽ ഒന്ന് പറയുന്നത് ഇവിടെ നിൽക്കാം. ഈ പറഞ്ഞ കാര്യം ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ. അത്രേ ഉള്ളൂ. ആറാട് കഴിഞ്ഞാൽ പിന്നെ നേരെ പിന്നെ വേണേ അമ്പലത്തിൽ വെച്ച് പിന്നെ അമ്പലത്തിൽ വേണം പറയാം. പിന്നെ സാധാരണ എല്ലാ വർഷവും ഈ ഇതിനകത്ത് ഈ കലശം നവളമൊക്കെ നടത്താറുണ്ട്. അങ്ങനെ ബാക്കിയുള്ള ശുദ്ധിയായിട്ട് മാറിക്കോട്ടെ. തിരുമേനി അപ്പം ഈ അൻപൊലി വന്നാലോ? അത് അമ്പലി പലയിടത്തും പല രീതിയാണ്. ഇപ്പൊ ചെട്ടികളങ്ങനെ അമ്പലി വന്നെങ്കിൽ ചിലടത്തേക്കുന്ന ഒരു ദിവസം ഒരമ്പലി അത് വിപുലമായ രീതിയിലായിരിക്കും അമ്പലി നടത്തുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് കരക്കാർക്ക് സദ്യ കൊടുക്കാൻ ചെയ്യാറുണ്ട്. സാധാരണ നമ്മൾ അമ്പലി ചെയ്യുമ്പോൾ ബാക്കിയുള്ളതാണെങ്കിൽ 5 സാധനം വെച്ചിട്ട് നമ്മൾ അമ്പലി എടുക്കാം. ക്ഷേത്രത്തിലും ചെയ്യും. വീടുകളിൽ ചെയ്യാൻ പറ്റും. വീടുകളിൽ ചെയ്യാം. അപ്പൊ ഈ കൂട്ടത്തിൽ അമ്പലി പറ ഇടുന്നു അത് നേരത്തെ ഇൻഫോം ചെയ്യുകയാണെങ്കിൽ സമയം എടുക്കും. വഴി വിട്ടു പോകാൻ പറ്റത്തില്ലല്ലേ? ഏത് അല്ല ഈ വഴിയല്ലേ ഇപ്പൊ നമ്മൾ നിശ്ചയിച്ചിരിക്കുന്ന വഴിയല്ലേ അന്നേരം പറ്റത്തുള്ളൂ. ഈ ഇപ്പൊ പോകുന്ന വഴിയിൽ നിന്ന് ഒരു പോകുന്ന വഴിയിലാണ് എടുക്കുന്നത്. അല്ല പോകുന്ന വഴിയിൽ നിന്ന് ഒരു 10 മീറ്റർ മാറി അങ്ങോട്ട് മാറി ഡൈവേർട്ട് ചെയ്ത് പോകണല്ലോ എടുക്കാൻ പറ്റും. നമുക്ക് അത് നമ്മളൊരു റൂട്ട് തീരുമാനിച്ച ആ റൂട്ടിൽ തന്നെ പോകാൻ നമുക്ക് ഇങ്ങനെ നാളെ വേറെ ചോദിക്കുക അങ്ങനെയാണെങ്കിൽ ഒരിടത്ത് കുറെ എടുത്താൽ തിരിച്ചറിവിൽ വരാറില്ല. തിരിച്ച് ഇങ്ങനെ വരാറില്ല. അപ്പൊ അങ്ങനെ അമ്പലി പറയും. അതുകൊണ്ട് കാലത്ത് പറഞ്ഞു അല്ല തിരുമേനി, ഇപ്പം സാധാരണ ഞങ്ങളിവിടെയൊക്കെ ഈ അൻപൊലി നടക്കുമ്പോഴേ ഇവിടെ വന്ന് ഭഗവാന് ദക്ഷിണ വെച്ച് വിളിച്ച് അഷ്ടമംഗല്യമായിട്ട് കൊണ്ടുപോയി വീടുകളിൽ ഇപ്പോൾ അൻപൊലി നടത്തി തിരിച്ചു വരുന്നൊരു പതിവാണ് ഈ ഏരിയയിലൊക്കെ ഉള്ളത്. അപ്പം അങ്ങനെ ഇപ്പോൾ ഒരാൾക്ക് അൻപൊലി നടത്തണമെങ്കിൽ നടക്കുമെന്നാണ് ചോദ്യം. അതൊരു കാര്യമുണ്ട്. ഈ ഉത്സവ ദിവസം ചിലപ്പോൾ നടക്കത്തില്ല. ആറാട്ടിന് പോകുമ്പോഴാണെങ്കിലോ പറ്റത്തില്ല. അല്ലാതെ വേണമെങ്കിൽ ലാൻഡ് ഇവിടുന്ന് നേരത്തെ കെട്ടി പോയി ആറാട്ടിന് പോകുമ്പോൾ ആറാട്ടിനായിട്ടാണ് പോകുന്നത്. വഴിയിലെന്ത് വേണം നമുക്ക് ചെയ്യാം. അത് ആറാട്ടിന് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ കടവിൽ ഇറക്കി പിന്നെ വീടുകളിൽ കുടുംബക്കാർ നടത്താറുണ്ട്. അങ്ങനെ വരുമ്പോ ആ ദേവി അവിടെ ഒന്ന് വിളിച്ച് അവർ കൊണ്ടുപോയിട്ട് അവർ തിരിച്ചിവിടെ കൊണ്ടുവിടും. അന്ന് ഒരെണ്ണയും പറയും. അങ്ങനെ നടക്കുമെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അത് നടക്കുന്ന അതൊക്കെ ഒത്തിരി കാലം കഴിഞ്ഞിട്ട് അതൊക്കെ ദേവത്തെ ഇച്ചിരി വിശദമായിട്ട് അത് നമ്മൾ ഈ ഒരാരൂഢം കൊണ്ട് മാത്രം നമ്മൾ അതിനെ കുറിച്ച് വ്യക്തമാക്കാൻ പറ്റത്തില്ല. അപ്പൊ മറ്റു പല കാര്യങ്ങളും അതിനകത്ത് പരിഗണിച്ചെങ്കിൽ തന്നെയല്ല. അപ്പൊ അങ്ങനെ കോൺഫ്ലിക്റ്റ് വരാം. ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു പിന്നെ സ്ഥിരത്വം വന്നു കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ വന്നില്ലെങ്കിൽ മറ്റടുത്ത് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് രാഹു അത്ര കുഴപ്പക്കാരനാണ് ഇയാള്. ഈ രാഹു അത്രത്തേക്കുന്നേ ചില കുഴപ്പക്കാരൻ അടികൂടാൻ പിടിക്കാനാണ്. ചൊവ്വായിന്റെ പിന്നെ പിന്നെ ചൊല്ലി പിന്നെ തന്നെ ഒത്തിരി വാഗ്വാദങ്ങളോട് നടന്നിട്ടുള്ള കേസ്.
ഇതിനാവശ്യമില്ലാത്ത പണി. നമ്മള് തന്ത്രിയോട് ചോദിച്ചിരുന്നത് പോയി. അപ്പൊ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം നോക്കിയിട്ട് കുഴപ്പമില്ല, അദ്ദേഹത്തിനെ ചുറ്റി വരുന്നത്, അദ്ദേഹം ദേശം ചുറ്റി വരുന്നത് നല്ലതാണ്. പക്ഷെ ഇതിന് ദേവഹിതം ഒരാളെ വിളിച്ച് അപ്പൊ ഞാൻ ഇപ്പൊ ചാർട്ട് എഴുതി തരുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ആറാട്ടിന് പോകുമ്പോൾ ഭക്തജനങ്ങൾ നൽകുന്ന സ്വീകരണങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ സ്വീകരിച്ച് ആറാട്ട് കടവിലെത്തുകയും ആറാട്ട് കഴിഞ്ഞ നേരെ അങ്ങനെ തന്നെ എഴുതി അപ്പൊ ആ നിശ്ചിത റൂട്ടിൽ തന്നെ പറ്റത്തുള്ളൂ. അത് നിങ്ങൾ ആലോചിച്ചത് കൂട്ടാൻ നിശ്ചയിച്ചു. അത് മുൻകൂട്ടി അദ്ദേഹത്തോട് പറഞ്ഞാൽ അദ്ദേഹത്തിനോട് ആ റൂട്ട് പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതാ പിന്നെ പിൽക്കാലത്ത് അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഈ പോകുന്ന വഴിക്കൊക്കെ എത്ര അഭിഷേക് നേരത്തെ ഇറങ്ങേണ്ടി വരും. പ്രദക്ഷിണമായിട്ടേ പറ്റൂ എന്നുള്ളതേ ഉള്ളൂ. പ്രദക്ഷിണമായിട്ടേ പറ്റും. പ്രദക്ഷിണമായിട്ട് ഇറങ്ങിയിട്ട് നേരെ അങ്ങനെ പോയി. അപ്പൊ ഇവിടെ നിന്ന് ആറന്മുള പോകും. ഇനി അബദ്ധത്തിന് പോലെ അറുപത് എഴുതി വെക്കല്ലേ, അബദ്ധത്തിന് പോലെ അറുപത്. ഇവിടെ സപ്താഹത്തിൽ അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, അത് ചെയ്യുന്നതിന്റെ പ്രോസസ്സിങ് ഇങ്ങനെ വേണം, അതിന്റെ രീതി ഇങ്ങനെ അല്ലാതെ ബോർഡിനകത്ത് അഭിതോന്നും ഇവിടെ നമ്മളിപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന മൂലം സപ്താഹമാണ്. അപ്പം അതിന് ഇതില്ലല്ലോ, അവധൂത സ്നാനമില്ല. അപ്പം ഈ പറഞ്ഞ റൂട്ടിൽ പോകുന്നതിനപ്പുറത്ത് കുറേ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആൾക്കാർ താമസിക്കുന്നുണ്ട്. അപ്പം നമുക്ക് സപ്താഹം മൂലം മാറ്റി സാധാരണ രീതിയിൽ നടത്തി കഴിഞ്ഞാൽ അവധൂത സ്നാനം അവിടെ നടത്താറുണ്ട്. അപ്പം ഇവരുടെ പാർട്ടിസിപ്പേഷൻ കൂടെ വരുമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ചോദിക്കുന്നത്. നമ്മുടെ ദേവന്റെ കാര്യമല്ലേ നോക്കട്ടെ, ഭക്തജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ വേണ്ടാന്ന് നമ്മൾ പറയുന്നില്ല. മറിച്ച് ഈ മൂലം പാരായണം ചെയ്ത് സപ്താഹം നടത്തുന്നതും അല്ലാതെ നടത്തുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഈ മൂലത്തിനാകുമ്പോഴാണ് ഈ പറയുന്നതിന്റെ എല്ലാ പൂജാ സംവിധാനങ്ങൾ കൃത്യമായി, മറ്റേത് അത്രയും കൃത്യമാണെന്നില്ല. മനസ്സിലായി? അപ്പൊ സപ്താഹത്തിന് അതിൽ പറയുന്ന തരത്തിൽ അവതാര വിഷയങ്ങളെല്ലാം ചേർത്തായിരിക്കും ഈ മൂലം ചെയ്യുന്നത്. അപ്പൊ അതിന്റെ പൂർത്തീകരണം എന്ന് പറഞ്ഞാൽ മൂലം ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ. അതിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. മാറ്റം വരുത്തുമ്പോ അതിനകത്ത് മറ്റു പല വിഷയങ്ങളും ഉണ്ട്. അതിപ്പോ ഇത് പബ്ലിക്കായിട്ട് നമ്മൾ അതിനെ ചർച്ച ചെയ്തിട്ട് ഇതിനകത്ത് എത്താൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഇത്രയല്ലേ ഉള്ളൂ, വേറൊന്നുമില്ലല്ലോ. കാവില് ചോദിക്കുന്നു, മൂലം എന്ന് പറഞ്ഞ അവതാരം കംപ്ലീറ്റ് ദശാവതാരം കംപ്ലീറ്റ് പൂജയുള്ള ഇത് തന്നെ. അപ്പം ആലോചിക്കുന്ന കാവില് ചോദിക്കുന്നു വിഷുവിൻ്റെ ഉത്സവം തുടങ്ങുന്ന ആദ്യത്തെ ദിവസം കാവില് നൂറുമ്പാലും ചെയ്യാറുണ്ട്. അത് ആ ദിവസം തന്നെ ഇത്ര നാളെ ചെയ്തുകൊണ്ടിരുന്നതാണ് വിഷുവിൻ്റെ. അപ്പം അത് ഏതെങ്കിലും ഒരു ദിവസത്തിലേക്ക് മാറ്റുന്നതുകൊണ്ട് കുഴപ്പമുണ്ട്. ഈ 10 ദിവസം അത് നമുക്ക് ഈ വ്യക്തമായിട്ട് പറയണമെങ്കിൽ ലഗ്നത്തെ രാശിയും അതിയുടെ രാശിയും രാഹു നിൽപ്പുണ്ട്. ധനിക്കുമ്പോൾ മുഖം ചിന്തിക്കേണ്ടി വരും. അപ്പൊ ദേവഹിതം വരുമ്പം ഈ രാഹു എൻ്റെ ബാധകസ്ഥാനം അല്ലെ സാന്നിധ്യത്തിൽ നിൽപ്പുണ്ട്. ഇപ്പൊ ദേവ സാന്നിധ്യമായിട്ട് നമ്മൾ പരിഗണിക്കുമ്പോൾ ആ സാന്നിധ്യത്തിൽ ബാധകാധിപം നിൽക്കുക. അപ്പൊ സാന്നിധ്യമാകത്ത് ബാധകാധിപം വരുവാണെങ്കിൽ ദേവ ഇതിലെ ആചാരപരമായ കാര്യങ്ങൾക്ക് മാറ്റം പലതും പ്രശ്നമായിട്ട് കാണിക്കും. സ്വയംഭൂവാണ് അനന്തൻ, സ്വയംഭൂവാണ് അനന്തൻ. അനന്തൻ ഇവിടെ സ്വയംഭൂവാണ്. ചെറിയ ചെറിയതല്ല എന്നുവെച്ചാൽ സൂര്യനെ വരെ മറക്കാൻ കഴിയുള്ള സാധനം ഇത് തന്നെയല്ല. ബാക്കിയുള്ള ഗ്രഹങ്ങൾക്ക് ഒറ്റ വരെ പറയാം. മന്ദോദിതം ശാസ്ത്ര രാശി ഭോക്തം സ്വക്തം രാഹുരഥ ഭൂമി ഭോക്തം സ്വക്തം നിജാധിഷ്ഠിത രാശി ഭോക്തം വേദോശ്ച ശത്രുദേഹം ഫലാൻ 3 ഫലം പറയേണ്ട ഒറ്റ ഗ്രഹമാണ് ശനിവൻ രാഹു. ഈ രാഹു ഏത് രാശി ഇരുന്നാലും ഇപ്പം ആ രാശിയാലിനെ കുറിച്ച് പറയണം, പിന്നെ രാഹുവിന്റെ ഫലം പറയണം. അപ്പൊ 3 ഫലം പറയേണ്ട ഗ്രഹമാണ് ഈ രാഹു.
നമ്മൾ ഈ പ്രശ്നങ്ങൾ ചിന്തിക്കുമ്പോൾ ഈ രാഹു നിൽക്കുന്ന രാജ്യം കൊണ്ട് ഒത്തിരി അനലൈസ് ഉള്ളതാണ്. ഈ പിന്നെ എന്താ സർപ്പസാന്നിധ്യങ്ങൾക്ക് ഒത്തിരി പ്രത്യേകത. ഈ ബുധനാണ് വരുമ്പോൾ ശ്രീരാമന്റെ അവതാര വിഷ്ണു. ഇപ്പൊ വൈഷ്ണവാണ് ഇവിടുത്തെ ഏതാണ് ഇവിടുത്തെ നായക സാന്നിധ്യം. അതെ. അതിപ്പോ ഇത് നമ്മൾ ഈ രാശിക്ക് പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ കുംഭൻ രാശിക്കുള്ള പ്രത്യേകത ഈ മറ്റുള്ള രാശികളെ ഉച്ചനീയത്വം. ഈ കുംഭരാശികൾ ഉച്ചനീയത്വം ദേവപുത്രത്തിലൊക്കെ സമയമായി ലോട്ടറി അടിക്കും. ഇത്രയേ ഉള്ളൂ. തൃപ്തിയായി ഞങ്ങൾക്ക് അറിയേണ്ടത്. ഇതിനെക്കുറിച്ച് ഒത്തിരി സാറിന് വിഷയം ചോദിച്ചാല് പറയാനല്ല. അതല്ലെങ്കിൽ അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഓരോ 12 രാശികൾ ഓരോന്നോരോന്ന് നിർത്തി പറഞ്ഞു പോകുമ്പോഴത്തേക്ക് പിന്നെ നിങ്ങൾ ചോദ്യം ചോദിക്കേണ്ടി വരത്തില്ല, അതെല്ലാം തീരും. പക്ഷെ ഇതിപ്പോ ഇടയ്ക്ക് ചോദിച്ചാൽ ഈ അടുത്തൊരു രാശിയെ അല്ലെ ചോദിക്കാൻ കാരണം വെച്ചാൽ ഈ വിഷുവിൻ്റെ അന്ന് ഈ രാവിലെ വെളുപ്പിനെ തൊട്ട് ഇവിടെ കണികാണലെല്ലാം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അന്ന് തന്നെയാണ് കൊടിയേറ്റ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടുത്തെ പൂജയും കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റിലാണ് കാവിലേക്ക് പോകുന്നത്. അപ്പോഴത്തേക്ക് അങ്ങ് ഒത്തിരി സമയം അങ്ങ് മുന്നോട്ട് പോകും. അപ്പം അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പോൾ അത് കുറച്ചുകൂടെ വിപുലമായിട്ട് ചെയ്യാമല്ലോ എന്നുള്ളതിലാണ് ചോദിച്ചത്. അല്ല ഇതിപ്പോ പണ്ട് തൊട്ടേ ഒറ്റ ഉത്സവം ഉള്ള സമയത്ത് ചെയ്യുന്ന രീതിയാണ്. ഇന്നലെ തുടങ്ങിയതല്ല. അല്ല അങ്ങനെ വരുമ്പോൾ അതൊരു ഇല്ല. രണ്ടാമത് ഇതിനകത്ത് കാണുന്നത് പോലെ വ്യാഴദൃഷ്ടി ഇവിടെ വരുന്നുണ്ട്. അപ്പൊ നേരത്തെ തൊട്ടേ പുരാതനമായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന രീതിയായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ കുടിയേറ്റ പിന്നെ വന്നു. അതിന് മുമ്പ് തൊട്ടേ ഉള്ള പ്രാധാന്യമുള്ളതാണ് ഇതെന്നുള്ളത് ഇതിനകത്ത് കാണുന്നത്. പടിത്തരത്തിൽ തന്നെ പ്രാധാന്യം അതിനകത്ത് പഴയ കാലം പോലെ ആചരിച്ചിരുന്നു. അല്ല, പടിത്തരത്തിലും 3 ആയില്യം പൂജയുണ്ട്. പിന്നെ എല്ലാ മാസവും 1-ാം തീയതി, മലയാള മാസം 1-ാം തീയതി അഭിഷേകവും നീതിയും എല്ലാം ഉണ്ട്. അല്ല മറ്റേ നമ്മൾ രാവിലെ 1000 നൂറുമ്പാലും നടത്തുന്ന രീതിയല്ലേ ഈ അനന്തരം മാത്രമായിട്ടുള്ള പ്രത്യേകത ഈ കാണുന്നത്. മറ്റേ അപ്പുറത്തെ കാവിലെ നൂറുമ്പാലും എല്ലാ 1000 നടത്തുന്ന തുലാമാസിലും പിന്നെ വലതിൽ വരുന്നുണ്ട്. കന്നിയിലെ ദ്രാതില് കുംഭത്തിലും ഒക്കെ 1000 വരുന്നുണ്ട്. പക്ഷെ അത് ആചരിക്കുന്നത് കാവിന്റെ രീതി വേറെ, ഇത് വേറെ. രാഹുവിന് തന്നെ വന്നപ്പോ ആരൂഢത്തിൽ തന്നെ വന്നപ്പോ ഈ ആരൂഢമായിട്ട് തന്നെ ബന്ധപ്പെട്ട് പഴയ കാലത്തോട്ട് ആചരിച്ചിട്ടുണ്ട്. ഇതാണ് കാവെന്നുള്ള രീതിയിലല്ല, മേൽക്കൂര പാടില്ല. അതാണ് കാവെന്നുള്ള രീതിയിലല്ല ഇന്ത്യ പ്രാധാന്യം വന്നേക്കുന്നത്. ശ്രീകോവിലാണ്, പക്ഷെ മേൽക്കൂര പാടില്ല. മേൽക്കൂര പണിയാൻ ശ്രമിച്ചപ്പോഴും താഴെ പോയിട്ടുണ്ട്. സ്വന്തമായിട്ട് അവിടെ കുളമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒത്തിരി പ്രാധാന്യമുള്ള ഒരു സാധനമാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ആചാരം നമ്മൾ മാറ്റാൻ ഞാൻ ഈ ആരോടെ പറ്റെന്ന് പറയും. എനിക്ക് വലിയ പേടിയുള്ള സാധനം. നമ്മളൊരു വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇനി എന്തെങ്കിലും പ്രത്യേകിച്ച് ഈ ഒരു വിഷയമായിട്ട് വ്യക്തത വരാറുണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനിവിടെ പാട്ടുന്നതിന് മുമ്പേ ഞങ്ങൾക്കൊരു നാണയം തരാം. പറ്റും.